ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെ പറ്റിപ്പോയതാ. ഇനി അതിന്റെ പേരിൽ ദേവിയതെല്ലാരും ചേച്ചി കുറ്റപ്പെടുത്തരുത്. ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എല്ലാരോടും മാപ്പ് ചോദിക്കാം. ചേട്ടാ, എനിക്ക് മാപ്പ് തരണം. അത് വിട്ടറാ. അമ്മേ, അറിയാതെ പറ്റിപ്പോയതാ. എന്നോട് ക്ഷമിക്കണം. അങ്കിളെ, സോറി അങ്കിളെ. എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. എന്നോട് മാപ്പാക്കണം. ഏയ്, എന്നോട് ആരും മാപ്പ് ചോദിക്കണ്ട. ഓടാ എന്റെ മുമ്പിൽ നിന്ന്. ചെയ്യാത്ത തെറ്റിന് പോലും അവൻ മാപ്പ് ചോദിക്കാൻ തയ്യാറായില്ലേ? ഇനി എന്താ അമ്മയ്ക്ക് വേണ്ടത്? നീ ഇങ്ങനെ പറയൂ, ഇതുപോലെയൊക്കെ ചിന്തിക്കൂ. കാരണം നിന്റെ ഭാര്യയിൽ നിന്നും നിനക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അത്തരത്തിലുള്ളതാണല്ലോ. ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ മാത്രമായിട്ടാണോ അമ്മ എന്നെ കണ്ടിരിക്കുന്നത്? അങ്ങനെയാണോ അമ്മ എന്നെ വളർത്തിക്കൊണ്ടുവന്നത്? എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും, അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. നിഖിലിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് മതി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നിങ്ങൾ വാ, ഇത് ചായ എടുക്ക്. ഗൗതം, കൂടുതൽ സൽക്കാരമൊന്നും വേണ്ട. അന്നദാനം നടത്തിയാൽ പോലും അത് അർഹിക്കുന്നവർക്കേ ചെയ്യാവൂ. നിർത്ത് വസു. ക്ഷണിച്ചു വരുത്തി സൽക്കരിക്കാൻ നിൽക്കാതെ ഇവരെ പറഞ്ഞയക്കാൻ നോക്ക്. മേലിൽ ഇവർ ഈ വീട്ടിനകത്തേക്ക് വരാനും പാടില്ല. എന്തുകൊണ്ട് വരാൻ പാടില്ല? ഞാൻ ഈ വീട്ടിലെ മരുമോളാ. ഈ നിൽക്കുന്നത് എന്റെ പെറ്റമ്മയും കൂടെ പിറപ്പുവാ. ഇവരിവിടേക്ക് വരാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു അവകാശവും ആന്റിക്കില്ല. കേട്ടില്ല മരുമോള് പറഞ്ഞത്? കാര്യങ്ങൾ അവകാശ പ്രഖ്യാപനം വരെ എത്തി.